Hello everyone, welcome to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് An Apology for Poetry by Sir Philip Sidney. ഇത് എഴുതിയത് 1579-ലാണ്. ആദ്യമായി ഈ വർക്ക് പബ്ലിഷ് ചെയ്തത് 1595-ൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഫിലിപ്പ് സിഡ്നി. രണ്ട് സെപ്പറേറ്റ് എഡിഷൻസ് ആയിട്ടാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് സർ വില്യം പോൺസൺ ആണ്, ദ ഡിഫൻസ് ഓഫ് പോയിസി എന്ന പേരിൽ. സെക്കൻഡ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് ഹെൻറി ഓൺലി, An Apology for Poetry എന്ന നെയിമിൽ. ഈ വർക്ക് ഫിലിപ്പ് സിഡ്നി എഴുതാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫൻ ഗോസോണിൻ്റെ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന ഫാംലെറ്റാണ്. ആൻഡ് 1579-ലാണ് സ്കൂൾ ഓഫ് അബ്യൂസ് പബ്ലിഷ് ചെയ്തത്. സ്റ്റീഫൻ ഗോസോൺ ക്ലർജിയാണ്, പ്യൂരിറ്റൻ റൈറ്ററാണ്. നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരാം, എന്തിനാണ് സ്റ്റീഫൻ ഗോസോൺ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന വർക്ക് എഴുതിയത്? When he was reading Plato's charges against poetry, പോയിട്രിക്കെതിരായിട്ടുള്ള പ്ലേറ്റോയുടെ ആ ചാർജസ് അദ്ദേഹത്തെ ഹൈലി ഇൻസ്പയർ ചെയ്തു. ബിക്കോസ് ഓഫ് ദോസ് റീസൺ ആൻഡ് ഓഫ് കോഴ്സ് ഹി ഈസ് എ പ്യൂർ. ഈ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന വർക്ക് എഴുതിയത്. പ്ലേറ്റോയെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇൻ സിമ്പിൾ വേർഡ്സ്, ഹി ഈസ് ആൻ ഐഡിയലിസ്റ്റ്. പ്ലേറ്റോയുടെ ഒരു കൺസെപ്റ്റിൽ പോയിട്രി എന്ന് വെച്ചാൽ ഒരു ഐഡിയലിസ്റ്റ് റിപ്പബ്ലിക്കിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് പോയിട്രിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ഐഡിയലിസ്റ്റ് റിപ്പബ്ലിക്കിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. എന്താ പറയുക, അവിടെ ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവും എന്നാണ് പ്ലേറ്റോ വിശ്വസിക്കുന്നത്. പോയിട്രി മേക്സ് എസ് വീക്ക്, ഫെമിനൈൻ, സൊസൈറ്റിയിൽ റോങ് മെസ്സേജസ് പാസ് ചെയ്യും, അത് മാത്രമല്ല ഇമ്മോറാലിറ്റി സ്പ്രെഡ് ചെയ്യും എന്നൊക്കെ പ്ലേറ്റോ അന്ധമായി വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോയിട്രി എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ലൈസ് ആണ്. സോ ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് ഐഡിയൽ റിപ്പബ്ലിക്കിൽ പോയിട്രി ബാൻ ചെയ്യണമെന്ന് പ്ലേറ്റോ വിശ്വസിക്കുന്നത്. സ്റ്റീഫൻ ഗോസോൺ സ്കൂൾ ഓഫ് അബ്യൂസ് എന്ന വർക്കിൽ പ്ലേറ്റോയുടെ ഈ തോട്ട്സിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പോയിറ്റിനെ ലയേഴ്സ് എന്നും പോയിട്രിയെ ഇമ്മോറൽ എന്നും ഈ വർക്കിൽ പറയുന്നുണ്ട്. ആസ് എ പ്യൂരിറ്റൻ റൈറ്റർ, ഗോസോൺ ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും ഒന്നും, ഗോസോൺ മാത്രമല്ല പ്യൂരിറ്റൻ റൈറ്റേഴ്സ് ആരും തന്നെ ലിറ്ററേച്ചറിനെയും ആർട്ടിനെയും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുമല്ല. An Apology for Poetry ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഒരു റിമാർക്കബിൾ പീസാണ്. ആഫ്റ്റർ റീഡിംഗ് ദിസ് വർക്ക് വി റീസ്റ്റോർ അവർ ഫെയ്ത്ത് ഇൻ പോയിട്രി ആൻഡ് ഇൻ അവർ സെൽസ്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫിലിപ്പ് സിഡ്നി എന്താണ് പോയിറ്റിനെക്കുറിച്ചും പോയിട്രിയെക്കുറിച്ചും കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് പോയിട്രിക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ പോയിറ്റിനുള്ള സ്ഥാനം. പോയിട്രി എലോൺ ട്രാൻസെൻഡ്സ് നേച്ചർ. പ്രകൃതിയെ വർണ്ണിക്കാൻ പോയിട്രി മാത്രം മതി എന്നാണ് ഫിലിപ്പ് സിഡ്നി പറയുന്നത്. പോയിട്രി ദ മദർ ഓഫ് ഓൾ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജിൻ്റെ അമ്മ എന്ന് പറയുന്നത് പോയിട്രിയാണ്. ആൻഡ് പോയിട്രി ഈസ് റെസ്പെക്റ്റഡ് ഇൻ ഓൾ ഏജസ്, ഈവൻ ഇൻ അൺസിവിലൈസ്ഡ് കൺട്രി. എല്ലാ കാലഘട്ടത്തിലും പോയിട്രിക്ക് റെസ്പെക്റ്റ് കിട്ടും, അത് അൺസിവിലൈസ്ഡ് കൺട്രി ആണെങ്കിൽ പോലും. പോയറ്റ് ഈസ് എ മേക്കർ. പോയിട്രി ഈസ് എൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ടു ടീച്ച് ആൻഡ് ഡിലൈറ്റ്. പോയിട്രി നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം, ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യാനും വേണ്ടി. ആൻഡ് പോയിട്രി ഈസ് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ഫിലിപ്പ് സിഡ്നി ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററിക്കും ഫിലോസഫിക്കും മേലാണ് പോയിട്രിയുടെ സ്ഥാനം. പോയിട്രി നല്ല കാര്യങ്ങളെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ മോശം കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. An Apology for Poetry ഇൻഫ്ലുവൻസ് ആയാണ് PB ഷെല്ലി പോയിട്രി എന്ന വർക്ക് എഴുതിയത്. ദൈവം തൻ്റെ ലോകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പോയറ്റും അയാളുടെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നത്. None deserve the name of creator but God and poet.